നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. അഭിമാനത്തോടെ തന്നെ പറയാം, യൂട്യൂബുകളുടെ ചരിത്രത്തിൽ ആ യൂട്യൂബ് നടത്തുന്ന ആളിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അവതാരകൻ്റെ ഫോൺ നമ്പർ ഒന്നല്ല രണ്ടും കൊടുത്ത ഏക ചാനൽ നമ്മുടേതാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇതെന്ത് ധൈര്യത്തിൽ കൊടുത്തു എന്ന്. കാരണം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്നെ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞാണ് ആ നമ്പർ കൊടുത്തത്. രാത്രി ഇന്ത്യൻ സമയം 12 മണിവരെ ഞാൻ ഫോൺ എടുക്കുകയും ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ബാലചന്ദ്ര മേനോൻ ഫോണിനോട് കാണിക്കേണ്ട മര്യാദയെക്കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എനിക്കത് ഓർമ്മ വരാറുണ്ട്. 12:05 12:10 വിളിച്ചിട്ട് 10 മിനിറ്റല്ലേ ലേറ്റായുള്ളൂ എന്ന് ചോദിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രാത്രി 12 മണി കഴിഞ്ഞാലെങ്കിലും എനിക്ക് എൻ്റേതായ സ്വകാര്യങ്ങളില്ലേ. പക്ഷേ 12:10 കയറി വിളിക്കും. അപ്പോൾ മിക്കവാറും പേർക്ക് ഞാൻ മറുപടി അയക്കും, 12 മണിക്ക് മുമ്പ് വിളിക്കൂ, അപ്പോൾ അർജൻറ്റാണ് എന്ന് തിരിച്ച് മറുപടി ഇടുന്ന ഇത് കണ്ടുകൊണ്ട് നമ്മൾ ഫോൺ എടുക്കുകയാണെങ്കിൽ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല. ഇന്നിട്ട പ്രോഗ്രാമിലെ ഷർട്ട് ഇവിടുന്ന് വാങ്ങി രാത്രി 12:10 ആലോചിച്ച് നോക്കി. ഇങ്ങനെ രസകരമായ ഒരുപാട് ചിലതൊക്കെ കേട്ട് ഞാൻ പൊട്ടിച്ചിരിക്കാറുണ്ട്. ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുമ്പോൾ സിന്ധു കേൾക്കാറുണ്ട്, അണ്ണൻ എന്തിനും ഒറ്റയ്ക്കിരുന്ന് ചിരിക്കണേന്ന്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ആലോചിച്ച് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാറുണ്ട്. നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണുന്നവർക്കറിയാം, കരുനാഗപ്പള്ളിയിൽ സ്വന്തം നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമൊക്കെ റോഡ് വീതി കൂട്ടാനായിട്ട് സർക്കാർ എടുത്തപ്പോൾ ഒരാളിന് ഒരു 5.5 കോടി രൂപ കിട്ടി. 5.5 കോടി രൂപയ്ക്ക് ഒരു സിനിമ എടുത്താലോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയും നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണുന്നതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് 5.5 കോടി രൂപ കയ്യിലുണ്ട്, നമുക്കൊരു മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ പടം തുടങ്ങാമോ എന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, മോഹൻലാലിനെ വെച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഒരു മിനിമം ഒരു 30 കോടി രൂപ വേണം. 30 കോടിയോ? ഞാൻ പറഞ്ഞു അതെ. പിന്നെ അഡ്വാൻസ് തന്നെ മമ്മൂട്ടിക്കായാലും മോഹൻലാലിനായാലും 5 കോടി രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ അവർ എത്ര വർഷം കഴിഞ്ഞാണ് ഡേറ്റ് തരാമെന്ന് പറയുന്ന അറിയില്ല. ചിലപ്പോൾ ഞാൻ പോയാൽ എനിക്കൊരു ഡേറ്റ് തരണമെന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഞെട്ടി. 5 കോടി രൂപ അഡ്വാൻസ് ആണെങ്കിൽ അവരുടെ ശമ്പളം എത്ര? ഞാൻ പറഞ്ഞു ശമ്പളമൊക്കെ ഭയങ്കര അതിൻ്റെ ഇരട്ടി വരും. എന്നാൽ നമുക്കൊരു കമ്പിപ്പടം എടുത്താലോ? ഞാൻ പറഞ്ഞു ഇപ്പം അത് പോകില്ല. കാരണം ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ വരെ ഫോണിലല്ലേ ഇതെല്ലാം കാണണം. അതുകൊണ്ട് ഇനി തിയേറ്ററിൽ പോയി ഇത് കാണാൻ ആളെ കിട്ടില്ല. അത് ശരി, നമുക്കൊരു 1000 എപ്പിസോഡുള്ള സീരിയൽ എടുത്താലോ? അവൻ അത് കിട്ടില്ല, അത് വലിയ വലിയ കമ്പനികൾക്ക് ചാനൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ മാക്സിമം മാനസികമായി തകർത്തു. ഞാൻ പറഞ്ഞു ചെയ്യരുത്, ഈ 5.5 കോടി രൂപ കൊണ്ട് കളയരുത്. നിങ്ങളുടെ കയ്യിൽ 5.5 കോടി രൂപ ഉണ്ടെങ്കിൽ ചാടി വീണ് അതിൽ നിന്ന് 2 കോടി മുടക്കിയാൽ മതി, നിങ്ങൾക്ക് 10 കോടി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർ സിനിമാക്കാരൊക്കെ ചാടി വീഴും. നിങ്ങളിപ്പോൾ ഈ അബദ്ധത്തിൽ ചാടരുതെന്നൊക്കെ ഞാൻ അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു. ഒരുപാട് നേരം സംസാരിച്ചു. എങ്ങനെയെങ്കിലും ഒരു സിനിമ ചെയ്താൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ഞാൻ അതിൻ്റെ വരായികളെല്ലാം പറഞ്ഞു കൊടുത്തു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ ഇപ്പോൾ നമ്മൾ ഈ ഫോൺ നമ്പർ കൊടുത്തതിൻ്റെ ഒരു ഗുണമാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു, ഞാനൊരു തീരുമാനമെടുത്തു, ഞാനൊരു കല്യാണ മണ്ഡപം വാങ്ങട്ടെ. ഞാൻ പറഞ്ഞു വേഗം വാങ്ങിക്കി, കാരണം നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിന് അതുകൊണ്ട് ജീവിക്കാം. ഞാനങ്ങനെ ആ കല്യാണ മണ്ഡപം വാങ്ങി പുതുക്കി പണിത് പെയിൻ്റൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി ഉദ്ഘാടനത്തിന് താങ്കൾ വരുമോ? ഞാൻ പറഞ്ഞു 101% ഞാൻ വരും. അങ്ങനെ അദ്ദേഹം ഒരു കല്യാണ മണ്ഡപം വാങ്ങും എന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ പറയാൻ വന്നത് അതല്ല, നമ്മുടെ ഈ പ്രോഗ്രാമിൽ 5.5 കോടി മുടക്കാൻ ഒരാൾ എന്നെ സമീപിച്ചിട്ട് ആ 5.5 കോടി നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടു എന്നുള്ള കഥ കേട്ടുടൻ ആലപ്പുഴയിൽ നിന്നൊരു ഹതഭാഗ്യൻ എന്നെ വിളിച്ചു. സാറേ ആ പ്രോഗ്രാം കണ്ടു, സാർ ആ കരുനാഗപ്പള്ളിക്കാരനോട് സിനിമ എടുക്കണ്ട, 5.5 കോടി രൂപ നഷ്ടപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞത് കേട്ടു, വലിയ സന്തോഷം. ഞാൻ ആയിക്കോട്ടെ സാറേ, ഞാൻ വിളിച്ചതേ എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, എനിക്ക് ആ ആളിൻ്റെ നമ്പർ ഒന്ന് തരുമോ, ഫോൺ നമ്പർ? ഞാൻ പറഞ്ഞു തരാം. ഞാൻ അയാൾക്ക് ആ നമ്പർ അയച്ചു കൊടുത്തു. എൻ്റെ ജോലി എന്തൊക്കെയാണ് എൻ്റെ ജോലികളെന്ന് ആലോചിച്ച് നോക്കൂ. നമ്പർ അയച്ചു കൊടുത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഇയാൾ വിളിക്കുന്നു. സാറേ, ഞാൻ അങ്ങനെ വിളിച്ച് സംസാരിച്ചു സാറേ, ഞാൻ പറഞ്ഞു എനിക്കൊരു 4 മാസത്തേക്ക് ഒരു 10 ലക്ഷം രൂപ തന്ന് സഹായിക്കണം, പലിശ തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞു സാറേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ശാന്തിവിള ദിനേശ് പറഞ്ഞാൽ തരാം,
ഞാൻ പെടുന്ന ഓരോ പാട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാറേ ഒന്ന് സംസാരിക്കുമോ സാറേ? ഞാൻ പറഞ്ഞു ഇല്ല, സംസാരിക്കില്ല. അതെന്ത്? ഞാൻ പറഞ്ഞു ഒന്ന്, ഈ 5.5 കോടി രൂപ ഉള്ള ആളിനെ എനിക്ക് പരിചയമില്ല നേരിട്ട്, എൻ്റെ ബന്ധുവല്ല, സ്വന്തമല്ല, പരിചയമില്ല. 10 ലക്ഷം രൂപ കടം ചോദിക്കുന്ന നിങ്ങളെയും എനിക്ക് ബന്ധുവല്ല, സ്വന്തമല്ല, പരിചയമില്ല. പൈസ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടില്ല. എനിക്ക് ഒരുപാട് സാമ്പത്തിക ക്രൈസിസ് ഉള്ള ആളാണ്, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണ്. ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സ്വർണം പണയം വെച്ചിരിക്കുക, പലിശ കയറി കയറി പോണതല്ലാതെ എടുക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഞാൻ എന്താ അയാളുടെ ചോദിക്കാത്തത്? അതൊക്കെ ഒരു മര്യാദയല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നാണ്. താങ്കൾ അയാളുമായിട്ട് സംസാരിച്ച് തരികയാണെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ സാർ പറയില്ല. ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല. ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചു. ഞാൻ എന്ത് അല്ല സാറ് പറയുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു പറയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾ അയാളുടെ എന്താ പറയുക ജീവിതോപാധിയായ സ്ഥലം മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുന്നു, 5.5 കോടി രൂപ കിട്ടുന്നു. 5.5 കോടി രൂപ കൊണ്ടുവന്ന് ഇപ്പം ബാങ്കിലിട്ടാൽ തന്നെ മോശമല്ലാത്ത പലിശ കിട്ടും. എനിക്ക് തോന്നുന്നു ഏതാണ്ട് 65,000 രൂപ എന്തോ 1 കോടി രൂപയ്ക്ക് കിട്ടും. അപ്പം തന്നെ മാന്യമായിട്ട് ജീവിക്കാം. അപ്പോൾ അദ്ദേഹം സിനിമ എടുക്കാൻ വരുന്നു, ഞാൻ എടുക്കരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം ഒരു കല്യാണ മണ്ഡപം വാങ്ങാൻ തീരുമാനിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട ഒരാൾ, അദ്ദേഹത്തിനും സാമ്പത്തികമായി എന്തോ ക്രൈസിസ് ഉള്ളതുകൊണ്ടാണ്. ഒരു 10 ലക്ഷം രൂപ കടം കിട്ടിയാൽ ഉറപ്പായിട്ടും 10 ലക്ഷം രൂപ ആരായാലും കൊടുക്കില്ല. അംബാനിയാണെങ്കിൽ പോലും കൊടുക്കില്ല. കാരണം ആ 10 ലക്ഷം രൂപയും പോക്കാണെന്ന് അംബാനിക്ക് അറിയാമല്ലോ. പക്ഷേ പാവം ശുദ്ധനായോണ്ടായിരിക്കും എന്നോട് ചോദിക്കുന്നു, സാറ് പറഞ്ഞാൽ തരും. ഞാൻ പറയില്ല. ഇങ്ങനെയുള്ള ഫോൺ കോളുകൾ കൊണ്ട് സത്യം പറഞ്ഞാൽ ഇരിക്കപ്പൊറുതിയില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട 1,70,70,000 ആയി. ആ സന്തോഷം കൂടെ പറഞ്ഞേക്കാം. 1,60,000 ആയപ്പോൾ ഞാനൊരു പ്രോഗ്രാമിൽ അത് പറഞ്ഞു, 1,65 കഴിഞ്ഞു, ഇപ്പോൾ 1,70 1,70,70,000 സബ്സ്ക്രൈബേഴ്സിനെയും എൻ്റെ സ്വന്തം ആൾക്കാരായി ഞാൻ കരുതുന്ന, സ്നേഹിക്കുന്ന 1,70,70,000 പേരോടും ഞാൻ പറയുന്നു, ഏറ്റവും അത്യാവശ്യമുള്ളതിന് മാത്രം എന്നെ വിളിക്കുക. അതുപോലെ തന്നെ ഈ രാവിലെയും രാത്രിയും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും അയക്കാതിരിക്കുക. കാരണം ഒരു ദിവസം ഏതാണ്ട് 1 മണിക്കൂറോളം ഇത് മായ്ക്കാൻ വേണം. വലിയ ആഡംബരമുള്ള ഫോണൊന്നും അല്ലല്ലോ എൻ്റെ ഉള്ള, അതിൽ സ്പേസൊക്കെ കുറവാണ്. അപ്പം നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഫോട്ടോകളൊക്കെ ഇടുന്ന കാരണം സ്പേസ് കുറവാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്നേഹത്തിനൊരു കുറവും വരില്ല, ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും അയക്കാതിരിക്കുക. വളരെ അത്യാവശ്യമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കുക. അത്രയെങ്കിലും നിങ്ങൾ എന്നോട് സഹകരിക്കണമെന്നാണ് എൻ്റെ ഒരു നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന. എന്തായാലും ഞാൻ നമ്പർ മാറ്റിയില്ല, നമ്പർ 2 അവിടെ കിടക്കട്ടെ. കാരണം യൂട്യൂബിൽ വരുന്ന പ്രോഗ്രാമുകൾ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള ഫോൺ നമ്പർ ഇട്ടിരിക്കുന്നത്, അത് എൻ്റെ 2 നമ്പർ ഇട്ടിട്ടുള്ള ഏക ചാനൽ ലൈസ് ക്യാമറ ആക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും എന്നോട് സഹകരിക്കണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഹൃദയവേദനയോടെയാണെന്ന് തന്നെ പറയാം. കള്ളൻ പൗത്രൻ എന്ന് പറഞ്ഞ പി പത്മരാജൻ്റെ സിനിമയിൽ അഭിനയിച്ച കുമ്പളങ്ങി ബീന എന്ന് വിളിക്കുന്ന, നന്നായിട്ട് കിട്ടിയ വേഷങ്ങളെല്ലാം നന്നായി ചെയ്ത ഒരു അഭിനേത്രിയുടെ ജീവിത യാത്രയിൽ അവരനുഭവിക്കുന്ന യാതനകളുടെ ഒരു പിക്ചർ കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. ഈ കൊറോണ കാലത്ത് തന്നെ കുമ്പളങ്ങി ബീനെ വിളിച്ചിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചു. എനിക്ക് അഭിനയിക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ അഭിനയമൊക്കെ വിട്ടു, ഇനി എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ച് തീർന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അന്ന് സംസാരിച്ചു. അന്ന് എന്നോട് അവർ പറഞ്ഞു, അമ്മ മീഡിയ ഉണ്ണുമായിട്ട് ചേർന്ന് സാധുക്കൾക്ക് കുറേ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതിലൊരു വീട് എനിക്ക് അനുവദിച്ചു. ഞാൻ ചോദിച്ചു, വീടില്ലേ? വീടില്ല. ഞാൻ എൻ്റെ സഹോദരൻ്റെ കൂടെയൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. ഒരാളെ കല്യാണം കഴിച്ചു, അയാൾ നല്ല വെള്ളം അടിച്ച് കോണ് തിരിഞ്ഞ് നടന്ന് ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിച്ചു. ഒറ്റയ്ക്കായിപ്പോയി, കുട്ടികളൊന്നുമില്ല. എനിക്ക് ഒരു വീട് തരാമെന്ന് ഇടവേള ബാബു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പണി പകുതി ആയപ്പോഴാണ് ഈ കൊറോണ വന്നത്, അല്ലെങ്കിൽ ആ പണി തീർന്നനെ. ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊറോണ മാറും, എന്നും അങ്ങനെ ഇരിക്കുമല്ലോ, ബീനയ്ക്ക് വീട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. അങ്ങനെ സ്വന്തമായ ഒരു വീട് കിട്ടി സ്വസ്ഥമായി ജീവിക്കാൻ അവർക്ക് അമ്മയുടെ കൈനീട്ട് 5,000 രൂപ കിട്ടുന്നുണ്ട്, സാംസ്കാരിക ക്ഷേമനിധിയുടെ 4,000 രൂപ എന്തോ കിട്ടുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ ചെറിയ വരുമാനമൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അവർ സുഭിക്ഷമായി ജീവിക്കാൻ തയ്യാറാണ്. ഈ പൈസ മതി എനിക്ക് ജീവിക്കാനെന്ന് പറയുന്നവരാണ്.
അവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അവരുടെ സഹോദരിയും ഭർത്താവും കൂടെ ചേർന്ന് അവരെ ഇറക്കി വിടാൻ, അതായത് ക്രൂരമായി പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായി തകർക്കുക എന്നുള്ളതാണ്. ആ വീട് അവരുടെ പേരിൽ എഴുതി വെക്കണം. എത്ര ദ്രോഹികളെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ അവർ എന്താ പറയുക, സീമാജി നായരെ വിളിക്കുകയും സീമാജി നായർ അടൂരിലൊരു അനാഥ മന്ദിരത്തിൽ, അതും ഗാന്ധിജിയുടെ പേരുള്ള അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കി. ഞാൻ ഈ വിവരം അറിഞ്ഞുടൻ തന്നെ ആദ്യം ബീനയെ വിളിച്ചു. അപ്പോൾ ബീനയെ കിട്ടുന്നില്ല. അപ്പം ഞാൻ സീമയെ വിളിച്ചു. സീമ എവിടെയോ ഡോക്ടറെ കാണാൻ എന്തോ നിൽക്കുകയായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ട് വിളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞ് തിരിച്ചെന്നെ വിളിച്ചു. ഞാൻ ഒരുപാട് നേരം സീമയായിട്ട് സംസാരിച്ചു. അപ്പോൾ സീമ അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ബാബു ഇടപെടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബാബു ഒക്കെ ഇടപെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും മന്ത്രിയായല്ലോ ഗണേശൻ, മന്ത്രി ഗണേഷ് കുമാറിനോടെങ്കിലും പറയണം. കാരണം അമ്മ സൗജന്യമായി വേറൊരു സ്പോൺസറെ കണ്ടെത്തി ഒരു വീട് വെച്ച് കൊടുത്താൽ ആ വീടിനെ തട്ടിപ്പറിക്കാൻ നടക്കുന്ന ബന്ധുക്കളെ അതിൽ നിന്ന് ഇറക്കി വിട്ട് ആ വീട് പൂട്ടി വാങ്ങണം. അതിന് വേണ്ടത് ചെയ്യേണ്ടത് അമ്മയുടെയും കൂടെ ഒരു ബാധ്യതയാണെന്ന് ഞാൻ പറയും. പക്ഷേ അമ്മ വീട് തന്നല്ലോ, ഇനി അതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് ആലംബഹീനരായ ആരും സഹായിക്കാനില്ലാത്തവരെയൊക്കെ സഹായിക്കണം ബാബു. നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്താൽ മതിയല്ലോ. ഞാൻ അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ മെമ്പറായ കുമ്പളങ്ങി ബീന എന്ന് പറഞ്ഞ നടിയെ ഞങ്ങൾ വെച്ചു കൊടുത്ത സൗജന്യ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അവരുടെ സഹോദരിയും ഭർത്താവും കൂടി കയ്യേറിയിരിക്കുകയാണ്, അവരെ ഇറക്കി വിട്ട് ആ താക്കോല് വാങ്ങണമെന്ന് പറഞ്ഞാൽ പോലീസ് ചെയ്യും. പക്ഷേ അമ്മ ഇടപെടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സീമയോട് പറഞ്ഞു, സീമ, ഇപ്പോൾ കൊണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനം എനിക്കറിയില്ല, പക്ഷേ അവർക്കൊരു മെച്ചപ്പെട്ട സ്ഥാപനത്തിൽ എന്താ പറയുക 3 നേരം ഭക്ഷണവും 4 നേരം ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല മരുന്നുകളും ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റും ഒക്കെ വേണമെങ്കിൽ ഞാൻ എന്താ പറയുക പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞു. അവിടെ കുറേ സിനിമാക്കാരുണ്ടല്ലോ, അവരെ കൂടെ. അപ്പോൾ ആ സിനിമാക്കാരുമായിട്ട് സഹകരിക്കുമ്പോൾ അവർക്കും ഒരു മാനസിക സന്തോഷം ഉണ്ടാവും. അപ്പോൾ എന്നോട് സീമ പറഞ്ഞത്, ബീനയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം കൊടുക്കാം, അവരെ ഒന്ന് സഹായിക്കാനായിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു അന്തേവാസിയെ ഏർപ്പെടുത്താം, ഒരു TV വാങ്ങി വെച്ച് കൊടുക്കാം എന്നൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നം വരാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു നന്നായിരിക്കട്ടെ, അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ പത്തനാപുരത്ത് ഡോക്ടർ സോമരാജനുമായിട്ട് സംസാരിച്ച് സോമരാജ് സാറിനെ കൊണ്ട് തീർച്ചയായിട്ടും ബീന എന്നുള്ള അഭിനേത്രിക്ക് അർഹതപ്പെട്ട രീതിയിൽ മാന്യമായൊരു ഇടം ഗാന്ധി ഭവനിൽ ഞാൻ ഒപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമയിലെ വർണ്ണപ്പകിട്ടിൽ നിൽക്കുകയും സിനിമയുടെ എന്താ പറയുക നല്ല സമ്പന്നമായ മോശമല്ലാത്ത പ്രതിഫലവും പ്രശസ്തിയും പേരും ഫോട്ടോ എടുപ്പും ആരാധകരും ഒക്കെ ആയിട്ട് നിൽക്കുകയും അവിടെ നിന്ന് ഒന്നുമല്ലാതെ ജീവിതത്തിൽ നിന്ന് തഴയപ്പെടുകയും ചെയ്യുന്ന ബീനമാരെ പറ്റി ആലോചിച്ചപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാം എന്നെനിക്ക് തോന്നി. എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ആദ്യം ഓടി വരുന്നത് നമ്മുടെ സംവിധായകൻ കമൽ. അദ്ദേഹം എഴുതിയ ഒരു ഓർമ്മചിത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മുതുകുളം രാഘവൻ നായരെക്കുറിച്ച് ഒരു ആർട്ടിക്കിളുണ്ട്. ഈ അഹങ്കരിക്കുന്ന സിനിമാക്കാരെ, അല്ലെങ്കിൽ കോടികളുണ്ട് എന്ന് പറഞ്ഞ് ജാട കാണിക്കുന്ന സിനിമാക്കാരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കമൽ എഴുതിയ മുതുകുളത്തെ പറ്റിയുള്ള ആ ലേഖന ഓർമ്മ വരും. സഹസംവിധായകനായി സംവിധാന സഹായിയായി മദ്രാസിൽ കഴിയുന്ന കാലത്ത് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് എന്തെങ്കിലും അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മണി ഓർഡർ വന്നത് കൈപ്പറ്റാനോ ഒക്കെ കോടമ്പക്കം പോസ്റ്റ് ഓഫീസിൽ കമൽ പോകുമ്പോൾ റോഡിൻ്റെ മറുവശത്ത് നിന്ന് വേച്ച് നടന്നു വന്ന് ശ്വാസം കിട്ടാതെ ചുമച്ചു തുപ്പുന്ന വന്ധ്യവയോധികനായ മുതുകുളം രാഘവൻ നായരുടെ ഒരു ചിത്രം ആ ലേഖനത്തിൽ കമൽ വരച്ച് കാട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇടതടവില്ലാതെ വണ്ടികൾ ഓടുന്നതല്ലേ, ആ വണ്ടികളെല്ലാം പോയ ശേഷം റോഡ് ക്രോസ് ചെയ്യാനായി നിൽക്കുന്ന മുതുകുളം രാഘവൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും ഒക്കെ എഴുതിയ, ഒരുപാട് സിനിമകളിൽ ഹാസ്യവേഷങ്ങൾ ചെയ്ത, ഒരുപാട് തിരക്കഥകൾ എഴുതിയ മുതുകുളം രാഘവൻ നായർ. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ വന്ന് അവശ്യ കലാകാരന്മാർക്ക് ആദ്യകാലത്ത് കരുണാകരൻ്റെ കാലത്തുണ്ടാക്കിയ പെൻഷൻ വന്നോ എന്നറിയാനാണ് മുതുകുളം ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത്. വന്ന് പോസ്റ്റ്മാനോട് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററോട് കയറി ചോദിക്കുമ്പോൾ പെൻഷൻ വന്നിട്ടില്ല എന്നറിഞ്ഞ് നിസ്സഹായനായി 100 രൂപ 200 രൂപയാണ്, മാക്സിമം 300 രൂപയാണല്ലോ കരുണാകരൻ്റെ കാലത്ത് കൊടുത്തിരുന്നത്.
അത് കരുണാകരനോ മലയാറ്റൂർ രാമകൃഷ്ണനോ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ 300 ഉള്ളൂ. ബാക്കി മുതുകുളത്തിനൊക്കെ പോലുള്ളവർക്ക് 100 രൂപ 200 രൂപയൊക്കെയാണ്. JAR ആനന്ദിനൊക്കെ 100 രൂപയായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ EK നയനാർ വന്നപ്പോഴാണല്ലോ അത് 300 ആക്കി, കോമൺ ആക്കി, എല്ലാവർക്കും 300 ആക്കി. അങ്ങനെ ആ 100 200 രൂപ വന്നിട്ടില്ല എന്നറിയുമ്പോൾ നിസ്സഹായനായി ഒരു പ്രതികരണവുമില്ലാതെ വേച്ച് നടന്നു പോകുന്ന മുതുകുളം രാഘവൻ നായരെക്കുറിച്ച്, രാഘവൻ പിള്ളയെക്കുറിച്ച് കമൽ എഴുതിയിരിക്കുന്ന മനോഹരമായ ആ ലേഖനം ഞാൻ എപ്പോഴും ഓർക്കുന്ന ലേഖനമാണ്. നല്ല രസമായിട്ട് നമ്മുടെ മുന്നിൽ കാണുന്നത് പോലെ കമൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്ത് ഒരു വലിയ പത്രക്കാരൻ്റെ മകനായി ജനിച്ച് മകനും ഒരു പത്രക്കാരനാകണം എന്ന് അച്ഛൻ ആശിച്ച് ഞാനൊരു സിനിമാ നടനായേ അടങ്ങൂ എന്ന് വാശി പിടിച്ച് ഉദയായിലൂടെ മെർലാൻഡിലൂടെ മദ്രാസിലെത്തുകയും നിരവധി ക്യാരക്ടർ റോളുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുകയും അങ്ങനെ മദ്രാസിലൊരു മോശമല്ലാത്ത തലത്തിൽ ജീവിച്ച മുത്തയ്യ സാറിനെക്കുറിച്ച്, മുത്തയ്യ സാറിൻ്റെ റൂമിൽ വീട്ടിലെ ഒരു മുറിയിൽ പ്രേം നസീർ താമസിച്ചതിനെക്കുറിച്ച്, അവസാനം മുത്തയ്യ സാറിൻ്റെ വീടും കൂടും എല്ലാം പോയപ്പോൾ നസീർ സാറിൻ്റെ വീട്ടിൽ തന്നെ ഒരു റൂം കൊടുത്ത് മുത്തയ്യ സാറിനെ തിരിച്ചു കൊണ്ടുവന്ന് താമസിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ നമ്മൾ പല പ്രോഗ്രാമിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതും ഈ പറഞ്ഞതുപോലെയാണ്. ഒരു സിനിമ നിർമ്മിക്കാനിറങ്ങി സർവ്വതും നഷ്ടപ്പെട്ടു പോയ ഹതഭാഗ്യനായിരുന്നു മുത്തയ്യ സാർ. ആ സിനിമയുമായി സഹകരിച്ച് ആരൊക്കെ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആരും ഉണ്ടാവാൻ വഴിയില്ല, ഒരു പ്രേം നസീർ ഒഴിച്ച്. പ്രേം നസീർ മരിക്കുന്നത് വരെയും മുത്തയ്യ സാറിന് മാസശമ്പളം പോലെ അല്ലെങ്കിൽ പെൻഷൻ പോലെ കൃത്യമായി കാശെത്തിക്കുമായിരുന്നു. നസീർ സാർ മരിച്ചപ്പോൾ ഇനി എന്ത് എന്ന് അന്തം വിട്ടുപോയ മുത്തയ്യ സാറിൻ്റെ ഭാര്യയോട്, മുത്തയ്യ സാറിന് അപ്പോഴേക്കും ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. മുത്തയ്യ സാറിൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഒരിക്കലും വിഷമിക്കണ്ട, മുത്തയ്യ സാറിൻ്റെ ജീവിത അവസാനം വരെയും നസീർ സാർ തന്നിരുന്ന അല്ലെങ്കിൽ ബാപ്പ തന്നിരുന്ന അല്ലെങ്കിൽ ഡാഡി തന്നിരുന്ന കാശ് ഞാൻ തരാമെന്ന് ഷാനവാസ് പറയുകയും കൃത്യമായിട്ട് ഷാനവാസ് എത്തിച്ചിരുന്നു മുത്തയ്യ സാറിൻ്റെ മരണം വരെ. അതും ഒരു ട്രാജഡിയാണ്. മുത്തയ്യ സാറിൻ്റെ മരണശേഷം മുത്തയ്യ സാറിൻ്റെ ഭാര്യ എങ്ങോട്ട് പോയി അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും ആർക്കും അറിയില്ല. ഒരു ദ്രോഹിയായ ഒരു മകനുണ്ടായിരുന്നു. അവൻ സർവ്വതും നശിപ്പിച്ച് വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റ് അച്ഛനെയും അമ്മയും തെറി പറഞ്ഞ് അവസാനം നസീർ സാറ് സഹി കെട്ട് ഇവൻ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചൊരു പ്രസ് ഇട്ട് കൊടുത്ത് ആ പ്രസ്സിനെയും വിറ്റ് തൊലച്ച് എല്ലാം നശിപ്പിച്ച് പോയ ഒരു മകനാണ് മുത്തയ്യ സാറിൻ്റെ ഏറ്റവും വലിയ ദ്രോഹിയായ വ്യക്തി. മുത്തയ്യ സാറിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും പറയുന്നു, ഈ അടുത്ത കാലത്തും അസോസിയേറ്റ് ഡയറക്ടർ വാസൻ ചേട്ടൻ എന്നോട് പറഞ്ഞു, മുത്തയ്യ സാർ അഭിനയിച്ച മുഴുവൻ സിനിമകളിലെയും 500 സിനിമകളിലെ ക്യാരക്ടറുകളുടെ ചെറിയ ഫോട്ടോ വെട്ടി ഒട്ടിച്ച ഒരു വലിയ ഫ്രെയിം ചെയ്ത് വെച്ച ഒരു കണ്ണാടി ചില്ലിനകത്ത് വെച്ചിരുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ടായിരുന്നു. 500 ക്യാരക്ടറുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോ. ആ ഫോട്ടോയെങ്കിലും ഈ ദ്രോഹിയായ മകൻ ആർക്കെങ്കിലും മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ആ ചലച്ചിത്ര പരിഷത്തിൻ്റെ ഓഫീസിലെങ്കിലും എത്തിക്കണമായിരുന്നു. ദാരുണമായി പോയ ഒരു മരണമായിരുന്നു മുത്തയ്യ സാറിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെ ഭരത് അവാർഡ് വാങ്ങിക്കൊണ്ടുവന്ന PJ ആൻ്റണി ജീവിതത്തെ എപ്പോഴും ഒരു എതിർപ്പ് പോലെ കൊണ്ടു നടന്ന, ആരെയും അംഗീകരിക്കാതെ ആരുടെയും കീഴിൽ നിൽക്കാതെ ഒറ്റയാനായി നടന്നു. അവസാനം മദ്രാസിൽ ഒരു പടം, എനിക്ക് തോന്നുന്നു മണ്ണിൻ്റെ മാറിലാണെന്ന് തോന്നുന്നു, ഡബ് ചെയ്യാൻ പോയിട്ട് അവിടെ വച്ച് പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ച് മരിക്കുകയും ചേതനയേറ്റ ഭരത് അവാർഡ് ആദ്യമായിട്ട് വാങ്ങി തന്ന മലയാളിയായ PJ ആൻ്റണിയുടെ ഡെഡ് ബോഡി കേരളത്തിലെത്തിക്കാൻ എന്ത് ചെയ്യണമെന്ന് അന്തം വിട്ടുപോകുന്ന കുടുംബവും സിനിമാക്കാരും. അപ്പം നസീർ സാർ മദ്രാസിലില്ല. വിവരം അറിഞ്ഞിട്ട് അദ്ദേഹം മകനെ വിളിച്ച് PJ ആൻ്റണിയുടെ ബോഡി എറണാകുളത്ത് എത്തിക്കാൻ, കൊച്ചിയിലെത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞ് മുഴുവൻ പൈസയും നസീർ സാർ കൊടുത്താണ് അദ്ദേഹത്തിൻ്റെ ചലനമറ്റ ശരീരത്തെ കൊച്ചിയിലെത്തിച്ചത്. ഇനിയിപ്പോൾ കേസും വഴക്കും പറ്റിയൊന്നും എനിക്കറിയില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകരെ എടുത്താൽ അല്ലെങ്കിൽ നോട്ടബിളായ 10 സിനിമകൾ എടുത്താൽ അതിലൊക്കെ വരുന്ന ജോർജ് സാറിൻ്റെ അവസാനം എന്തായിരുന്നു ഞാൻ പറഞ്ഞതാണ്. ഇനി ഒരിക്കൽ കൂടെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ കൊണ്ട് കേസ് കൊടുപ്പിക്കേണ്ട, അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. എങ്കിലും ജോർജ് സാറിൻ്റെ അന്ത്യവും ദയനീയമായിരുന്നു എന്നോ ദുഃഖകരമായിരുന്നു എന്നോ സങ്കടകരമായിരുന്നു എന്നോ ഞാൻ പറയുള്ളൂ. എത്ര ഹൈടെക് ആയാലും ഞാൻ അങ്ങനെ പറയും. ഒടുവിൽ ഉണ്ണിയേട്ടൻ
എത്ര സിനിമ ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവസാന കാലത്ത് രോഗപീഠകളും സാമ്പത്തിക ക്രൈസിസും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഉണ്ണിച്ചേട്ടൻ പോയത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തെന്തോ അദ്ദേഹം ഭാര്യയുടെ അനിയത്തിയെ കൂടെ കല്യാണം കഴിക്കുകയോ എന്തൊക്കെ ചെയ്ത് ജീവിതത്തിൽ കുടുംബത്തിൽ തന്നെ എന്തൊക്കെയോ താളപ്പിഴകൾ ഉണ്ടാക്കി. അവസാനം ഒന്നുമില്ലാതെ ആക്കിയിട്ടാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോയതെന്ന് പറയുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കുറേ ദിവസമായിട്ട് ഏത് പ്രോഗ്രാം പറഞ്ഞാലും പറയുന്നതാണല്ലോ രാമൻ നമ്പ്യത്തിനെ കുറിച്ച്. യേശുദാസിന് ആദ്യമായി പാടാനുള്ളൊരവസരം ഉണ്ടാക്കി കൊടുത്ത കാൽപ്പാടുകളുടെ നിർമ്മാതാവ് രാമൻ നമ്പ്യത്ത് ഒരു സിനിമ എടുത്തതിൻ്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ട് അവിടെ നിന്ന് തിരിച്ച് കരകയറാനായി കൃഷിപ്പണി ചെയ്തും പഞ്ചായത്ത് പ്രസിഡൻ്റായും ഒക്കെ കഷ്ടപ്പെട്ട് അവസാനം 90-ാമത്തെ വയസ്സിൽ തൂങ്ങി മരിക്കേണ്ടി വന്ന ഹതഭാഗ്യനാണല്ലോ രാമൻ നമ്പ്യത്ത്. ആരും സഹായിക്കാനില്ലായിരുന്നു, ഒരാളും. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് പോയി യേശുദാസ് കണ്ടുവെങ്കിൽ പോലും ഒരു 10,000 രൂപ പോലും കൊടുത്ത് അദ്ദേഹത്തെ സഹായിച്ചിട്ടില്ല. കഷ്ടമായിപ്പോയി. 90-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു ഒരു നിർമ്മാതാവിന് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയുക ഇതിൽ കൂടുതൽ. 1,000-1,500 കോടിയുള്ള ദ്രോഹികൾ ഒരു 1,00,000 രൂപ രാമൻ നമ്പ്യത്തിന് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. മക്കളുടെയോ മരുമക്കളുടെയൊക്കെ കുത്തുവാക്കുകൾ സഹിക്കാൻ പറ്റാതെ കൃഷി ചെയ്തിരുന്ന പാടത്ത് നിന്ന് 2-3 കൊല മുറിച്ച് മുറ്റത്ത് കൊണ്ടുവച്ചിട്ട് നാളെ രാവിലെ വിൽക്കാനായിട്ട് കൊണ്ടുവച്ച ശേഷം രാത്രി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ അന്ന് രാത്രി ആ വീട്ടിൽ എന്തെങ്കിലും നടന്നു കാണും വർത്തമാനം. ഇയാൾക്ക് ചത്തൂടെ, 10-90 വയസ്സായില്ലേ, എന്തിനു ഭാരമായിട്ട് ഭൂമി കിടക്കണം, ഞങ്ങളുടെ കുടുംബത്തിനെ മൊത്തം നശിപ്പിച്ചില്ലേ, ഉണ്ടായിരുന്നതിനെ മുഴുവൻ വിറ്റ് നശിപ്പിച്ച് ആ യേശുദാസിനെ പാടിക്കാനായിട്ട് താൻ ഒരു സിനിമ എടുത്ത് തൊലച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു കാണും. ചിലപ്പോൾ സഹിക്കിട്ടായിരിക്കും അദ്ദേഹം മരിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഈ കൊല മുറിച്ചുകൊണ്ട് വയ്ക്കില്ലല്ലോ. നാളെ രാവിലെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന 10,000-1,500 രൂപ വാങ്ങാനായിരിക്കുമല്ലോ ഈ കൊല മുറിച്ച് മുറ്റത്തുകൊണ്ട് വെച്ചത്. പക്ഷെ രാത്രി ഭക്ഷണം കൊടുക്കുന്ന നേരത്തോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ഭക്ഷണം കഴിച്ച ശേഷമോ എപ്പോഴോ അദ്ദേഹത്തെ ദ്രോഹികളായ, വേണ്ട ദ്രോഹികളെന്ന് പറയണ്ട, അവർക്കും ഗതികേടായിരിക്കും. കാരണം നന്നായി ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടായിരുന്നതിനെ മുഴുവൻ വിറ്റ് തൊലച്ചൊരു സിനിമ എടുക്കാൻ പോയിട്ട് ആ സിനിമയിലൂടെ പാടിയവൻ 10,000 കോടി രൂപയുടെ ഉടമയായിട്ട് പോലും 10 പൈസ സഹായിക്കാത്ത നിങ്ങൾ എന്തിനാണ് ഈ സിനിമ എന്ന് പറഞ്ഞ ദ്രോഹികളുടെ ലോകത്ത് പോയതെന്ന് അവർക്ക് ചോദിക്കാം. മരുമക്കൾക്കായാലും മക്കൾക്കായാലും ചോദിക്കാമെന്ന് ഞാൻ പറയും. എന്തായാലും 90-ാമത്തെ വയസ്സിൽ ഒരു എന്താ പറയുക ചരടിൽ ജീവിതം അവസാനിപ്പിച്ചു. അതുപോലെ എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നല്ല ശബ്ദത്തിൻ്റെ ഉടമയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായിരുന്നു, നല്ല നടനുമായിരുന്നു നിർമ്മൽ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ഞാൻ നിർമ്മലിനെ മദ്രാസിൽ വെച്ച് പരിചയപ്പെടുമ്പോൾ നിർമ്മലും രതീഷും എന്ന് പറഞ്ഞ 2 ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ട് മദ്രാസിൽ ചെന്നാൽ ഉമാ ലോഡ്ജിൽ എൻ്റെ റൂമിൽ വരും വൈകുന്നേരം. എൻ്റെ റൂമിൽ വന്ന് ഒരുപാട് കഥകൾ, സിനിമയിലെ പരദൂഷണങ്ങൾ, സിനിമയിലെ വ്യഭിചാരങ്ങൾ ഒക്കെ അവിടെ ഇരുന്ന് സംസാരിക്കും. അവർ പരസ്പരം സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. ഞാനത് മുഴുവൻ എൻ്റെ മെമ്മറിയിലേക്ക് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് കഥകൾ കേട്ട ആളായിരുന്നു ഞാൻ. വരുന്നതിൻ്റെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, പോകാൻ നേരത്തെ ഒരു 100 രൂപ കൊടുക്കണം. ഞാൻ സന്തോഷപൂർവ്വം 100 രൂപ കൊടുക്കുകയും ചെയ്യും. കാരണം 100 രൂപ കൊടുത്താൽ 2-3 മണിക്കൂർ ഒരുപാട് കോടമ്പക്കം കഥകൾ കേൾക്കാം. ഞാൻ ഈ ഡബ്ബിംഗ് രംഗത്തുള്ള സത്യവതികളുടെയൊക്കെ കഥകൾ കേട്ടത് രതീഷിൻ്റെയും ഈ നിർമ്മലിൻ്റെയും വായിൽ നിന്നാണ്. ഒരുപാട് കഥകൾ എനിക്ക് പറഞ്ഞു തന്നു അവർ 2 പേരും. കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് ദിവ്യ മീഡിയ വിഷൻ എന്ന് പറഞ്ഞ സുകുമാര ഷാർജിയുമായിട്ടുള്ള സ്റ്റുഡിയോ നടത്തുകയും ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടി കുടുംബവിളക്ക് എന്ന് പറഞ്ഞൊരു സീരിയലിൻ്റെ അവസാന കഥ ചെയ്യുമ്പോൾ ഞാൻ നിർമ്മലിനൊരു പ്രധാന വേഷം കൊടുത്ത് അഭിനയിപ്പിച്ചു. അപ്പോഴത്തേക്കും നിർമ്മലും തിരുവനന്തപുരത്ത് താമസമായി. ഒരു സന്ധ്യയ്ക്ക് നിർമ്മൽ എന്നെ വിളിക്കുന്നു, ഒരു പകൽ എന്നെ വിളിക്കുന്നു, സാർ തിരുവനന്തപുരത്തുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. സ്റ്റുഡിയോയിൽ എപ്പോൾ പോകും വീട്ടിലേക്ക്? ഞാൻ പറഞ്ഞു സന്ധ്യ കഴിയും സാറേ, ഞാൻ ഒരു 6 മണിയാകുമ്പോൾ വരും, പോകരുതേ. ഞാൻ കാത്തിരുന്നു. നിർമ്മൽ വന്നൊരു കാറിൽ വന്നിറങ്ങി, കൂടെ ഒരു പെൺകുട്ടിയും ഒരു വലിയ ആൽബവും, തടിച്ച ഒരു ആൽബവും. അകത്ത് കയറി വന്നിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പെൺകുട്ടി കല്യാണം കഴിച്ചത്, ഇയാൾ കല്യാണം കഴിച്ച വധുവാണെന്ന് മനസ്സിലായി. കാരണം അവരുടെ വേഷഭൂഷാദികളിൽ നിന്ന് മനസ്സിലായി, അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു നാണത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആൽബം എൻ്റെ മുന്നിലേക്ക് വെച്ചു, ഞാൻ മേശപ്പുറത്ത് വെച്ച് ആൽബങ്ങൾ ഓരോ പേജായിട്ട് മറിച്ച് നോക്കി. ഈ കാണുന്ന നിർമ്മൽ കല്യാണം കഴിച്ചിരുന്ന പെൺകുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. അവസാനം നിർമ്മൽ പറഞ്ഞു, സാറേ കൂടുതൽ തല പോയിക്കണ്ട, സാർ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണിത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ
രതീഷ് എന്ന് പറഞ്ഞ ആളുമായിട്ട് എന്നെ കാണാൻ ഉമ്മാ ലോഡ്ജിൽ വരുമ്പോൾ കൂടെ ചില ദിവസങ്ങളിൽ ഒരു കൊച്ചു പെൺകുട്ടി കൂടെ വരും. അത് രതീഷിൻ്റെ മകളാണ്. ആ മകളെയാണ് കൂട്ടുകാരനായ നിർമ്മൽ കല്യാണം കഴിച്ചത്. എനിക്ക് അതിശയം തോന്നി. ഞാനിങ്ങനെ അതിശയത്തോടെ നോക്കിയപ്പോൾ, സാറേ അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരന് സമ്മതം കിട്ടിയിരുന്നോ കൂട്ടുകാരൻ്റെ? ഇല്ല 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 സാർ, കൂട്ടുകാരൻ്റെ സമ്മതമൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം സംസാരിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ബംഗ്ലാവിൽ അവധി എടുക്കുന്ന സമയത്ത്, സാറേ എന്തെങ്കിലും ഒരു വേഷം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, അതിൽ അവധയുടെ 2 ആൺമക്കളും ഒരു മോളുമാണ്. മോളായിട്ട് അഭിനയിക്കുന്നത് ബിന്ദു പണിക്കരാണ്. 2 ആൺമക്കളെന്ന് പറഞ്ഞാൽ ഒന്ന് ദേവനും ഒന്ന് സുബൈറുമാണ്. സുബൈർ അമേരിക്കയിലാണ്. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വേഷം കൊടുക്കാം. അവധ മരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് മക്കളെ കൊണ്ടിരില്ല, പക്ഷേ ഭാര്യയും ഭർത്താവും വരും. അപ്പോൾ നിർമ്മല പറഞ്ഞു, സാറേ അത് മക്കളൊക്കെ ഉള്ള വേഷം, ഇവക്ക് ശരീരം കൊണ്ട് മക്കളൊക്കെ ഉള്ള ക്യാരക്ടർ ചെയ്യാനുള്ള പ്രായം ഉണ്ടെന്ന് തോന്നും, പക്ഷേ അവൾ കൊച്ചു പെണ്ണല്ലേ സാർ. ഞാൻ പറഞ്ഞു, ഇതേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യാൻ നിർമ്മല, നമുക്ക് അടുത്ത പടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സീരിയൽ ചെയ്യുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു വേഷം കൊടുക്കാം എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം പിരിഞ്ഞു. എനിക്ക് അതിശയം തോന്നുന്ന കാര്യം, ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാൻ പോവാണ്. ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം എന്നെ നിർമ്മൽ വിളിക്കുന്നു. ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് കൊഞ്ചിറോള എന്ന് പറഞ്ഞ സ്ഥലത്ത് പകർച്ചവ്യാധി ആശുപത്രി ഉണ്ട് സർക്കാരിൻ്റെ. അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് സാർ. ഞങ്ങൾക്ക് എന്ത് അസുഖം? എൻ്റെ ഒരു വശം തളർന്നു പോയി സാർ. നല്ല ആരോഗ്യവാനായ, നല്ല ശബ്ദത്തിനുടമയായ, നല്ല കണ്ടാൽ തന്നെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്. പക്ഷേ എങ്ങനെ ഒരു വശം തളർന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാനും ക്യാമറമാൻ സൂര്യകണ്ണനും കൂടി ആ പകർച്ചവ്യാധി ആശുപത്രിയിൽ പോയി നിർമ്മലിനെ കണ്ടു. ഒരു വശം തളർന്ന് കിടക്കുകയാണ്, മൊത്തം തളർന്നു പോയി അയാൾ. ഒരു 10-12 വയസ്സുള്ളൊരു പയ്യനാണ് അയാൾക്ക് തുണയായി കൂടെ നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ പറഞ്ഞു, സാർ അറിയണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞു, പറയൂ സാർ. എനിക്ക് ഈ ഒരു വശം തളർന്നപ്പോൾ എൻ്റെ ഭാര്യ വേറൊരുത്തണ്ട പോയി സാർ. വേറൊരുത്തണ്ട പോയി സാർ. പ്രശസ്തരായ സിനിമാ നടികളായ സഹോദരിമാരുടെ സഹോദരൻ, അദ്ദേഹവും ഒരു സിനിമാ നടനാണ് സാർ. അയാളെ കൂടെ പൊക്കളഞ്ഞു എന്നെ ഇട്ടിട്ട്. കാരണം ഒരു വശം തളർന്ന നിർമ്മലിനെ ഇനി ആവശ്യമില്ലല്ലോ. എനിക്കിത് ഇടം ഭയങ്കര സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു, നിർമ്മലെ, ഇനി ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടരുത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ കോഴിക്കോട്ടേക്ക് പോവുക, ഒരു ആംബുലൻസ് പിടിച്ച് പോവുക. അവിടെ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് പഴയ നിർമ്മലായി തിരിച്ചു വരണം. അപ്പോഴേക്കും ഞാൻ എൻ്റെ സിനിമ കഴിഞ്ഞ് വരും എന്ന് പറഞ്ഞപ്പോൾ ഈ കണ്ണിൽ കൂടെ ഇങ്ങനെ കണ്ണീരൊഴുകുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 10,000 രൂപ നിർമ്മലിന് കൊടുത്തു. ഇതിരിക്കട്ടെ, ആംബുലൻസിൽ പോകാനെങ്കിലും ഉപകരിക്കുമല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ എൻ്റെ സിനിമയുടെ വർക്കുമായിട്ട് പോയി. തിരിച്ച് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞു, അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് പോയി. പക്ഷേ കോഴിക്കോട് വെച്ച് അദ്ദേഹം മരിച്ചു. ഈ പറഞ്ഞതുപോലെ സിനിമയിൽ പെട്ടെന്ന് നനച്ചിരിക്കാതെ പോയ ഹതഭാഗ്യനായിരുന്നു നിർമ്മൽ. അതുപോലെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളെടുത്ത ആസാദ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി MD വാസുദേവൻ നായരുടെ നിർമാല്യം അടക്കമുള്ള സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് ഇയാളൊരു മിടുക്കനാണെന്ന് MDക്ക് ബോധ്യമായപ്പോൾ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ മമ്മൂട്ടി ആദ്യമായിട്ട് സ്ക്രീനിൽ അറിയപ്പെടുന്ന ഒരു വേഷം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ഡയറക്റ്റ് ചെയ്തു. വലിയ വിജയമായി സിനിമ. പക്ഷേ അത് കഴിഞ്ഞ് അടുത്ത സിനിമയുടെ എന്തോ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ആ സിനിമയുടെ പ്രാരംഭ ചർച്ചയിൽ തന്നെ നിർമ്മാതാക്കളാകാമെന്ന് പറഞ്ഞൊരു പറ്റിക്ക് എന്തോ ചെയ്തു. ആസാദ് സഹോദരിയുടെ വിവാഹം നടക്കുന്ന ദിവസം വീടിൻ്റെ മേളിൽ ആണ് ഇയാളുടെ കുടുംബ വീട്. അവിടെ വിവാഹം നിക്കാഹ് നടക്കുന്ന സമയത്ത് താഴത്തെ അയാളുടെ വീട്ടിലെ മുറിക്കകത്ത് കയറി ആത്മഹത്യ ചെയ്തു. സിനിമയിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട, ഒരുപാട് മോഹിച്ച മനുഷ്യനായിരുന്നു ആസാദ്. ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റി. നടിമാരിൽ നമ്മുടെ ദക്ഷിണേന്ത്യൻ സിനിമയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയാവുന്നത് സാവിത്രി എന്ന് പറഞ്ഞ നടിയാണ്. വായിൽ സ്വർണ്ണ കറണ്ടിയും കൊണ്ട് ജീവിച്ചവരെന്ന് പറയാം. അവസാനം മദ്യഷാപ്പിൽ ചെന്ന് മദ്യം കേൾക്കുക, കടം ചോദിക്കുക, അല്ലെങ്കിൽ മദ്യത്തിന് ക്യൂ നിൽക്കുന്നവരോട് ഒരു പൈൻറ്റ് വാങ്ങിച്ചു തരാൻ കഞ്ചുക. അങ്ങനെ മദ്യം കഴിച്ച് ഒരു വശം തളർന്ന് ബോധമില്ലാതെ എത്രയോ കാലം കിടന്നിട്ടാണല്ലോ ജമിനി ഗണേശൻ്റെ കാതലായിരുന്ന സാവിത്രി മരിക്കുന്നത്. നടന്മാരെക്കാൾ കൂടുതൽ നടികളാണെന്ന് തോന്നുന്നു കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അവസാനം രക്തസാക്ഷികളാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു.
ഇപ്പം രക്തസാക്ഷികളായില്ലെങ്കിലും ജയഭാരതിയുടെയും ഷീലയുടെയും കഥ എനിക്കറിയാം. ടി ആർ റോമനയുടെ കഥ എനിക്കറിയാം. അവരവരുടെ കുടുംബം രക്ഷപ്പെടാനായിട്ട് അഹോരാത്രം പണിയെടുത്ത് സഹോദരിമാരെയും സഹോദരന്മാരെയൊക്കെ രക്ഷപ്പെടുത്തിയവരാണ് ജയഭാരതിയും ഷീലയും ഒക്കെ. അതുപോലെ തന്നെ ടി ആർ റോമന ഒരു വലിയ തടി വ്യവസായിയുടെ മകളായി ജനിച്ചിട്ട് പോലും അച്ഛൻ്റെ ബിസിനസ്സുകളെല്ലാം പൊളിഞ്ഞപ്പോൾ മദ്രാസിൽ പോയി സിനിമയിൽ ഭാഗ്യാന്വേഷിയാവുകയും അവിടെ രക്ഷപ്പെടുകയും നല്ല ശബ്ദത്തിനുടമയായതുകൊണ്ട് ശാരദ അടക്കമുള്ളവർക്ക് ശബ്ദം കൊടുക്കുകയും ഒക്കെ ചെയ്ത് കൂടപ്പിറപ്പുകളെല്ലാവരും രക്ഷപ്പെടുത്തിയിട്ട് നോക്കിയപ്പോൾ വിവാഹപ്രായം കഴിഞ്ഞു ടി ആർ റോമന അമ്മയ്ക്ക്. ഇപ്പോഴും അനിയത്തിയുടെ മക്കളുടെ കൂടെയോ അനിയൻ്റെ മക്കളുടെ കൂടെയോ എന്തോ സന്തോഷപൂർവ്വം ഒരു മദ്രാസിൽ ജീവിക്കുന്നു. പക്ഷേ മെഴുകുതിരിയെ പോലെയാണ് എന്ന് ഞാൻ പറയും. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിച്ച് ഉരുകി തീർന്നു പോയ ഒരമ്മയാണ് ടി ആർ റോമന. ജയഭാരതിയുടെ സഹോദരന് ഫിലിം യൂണിറ്റ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവരും ഈ പറഞ്ഞ പോലെ തന്നെ സഹോദരിമാരെയൊക്കെ അയച്ച് സഹോദരന്മാരെയൊക്കെ നല്ല നിലയിലെത്തിച്ചു. ഷീലാമ്മയും എത്തിച്ചു. ഷീലാമ്മയും അനിയത്തിമാർക്ക് പട്ടിണി ഇല്ലാതെ കഴിക്കാൻ വേണ്ടിയാണ് അവർ അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് സിൽക്ക് സ്മിത അടക്കം ഒരുപാട് നടിമാരുടെ കണ്ണീരിൻ്റെ കഥ പറയേണ്ടി വരും. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. മോഹൻലാലിൻ്റെ സിനിമയിൽ നായികയായ ഒരു പ്രശസ്തയായ നർത്തകിയുടെ മകളായ നല്ല മേനിക്കൊഴുപ്പുള്ള അല്ലെങ്കിൽ നല്ല സ്കിൻ ടോണുള്ള ഒരു നടി ഗൾഫ് കൺട്രീസിൽ ചെന്നിട്ട് ഒരു നേരം ആരോടെങ്കിലും കിടക്കറ പങ്കിടാൻ ഇന്ത്യൻ മണി 35,000 രൂപ വെച്ച് ശരീരം വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരിയല്ലേ. എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി ആ നടിയുടെ ഈ അവസ്ഥ അറിഞ്ഞപ്പോൾ. എനിക്ക് അവിടെ നിന്ന് ദുബായിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് കുറേ ഫോട്ടോ അയച്ചു തന്നു. അതായത് ഈ അവിടുത്തെ ഏജൻറ്റ് ആൾക്കാരെ കാണിക്കുന്നതാണ്, അതാ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അല്പം മാത്രം വസ്ത്രങ്ങളിട്ട ഫോട്ടോകൾ എൻ്റെ ഇരിപ്പുണ്ട്, കുറേ ഫോട്ടോ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ കുട്ടിയുടെ ജീവിതം തീർന്നില്ലേ? മോഹൻലാലിൻ്റെയൊക്കെ നായികയായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ ശരീരം വിറ്റ് ജീവിക്കുന്നു 3,500 രൂപയ്ക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്ത് മലയൻകീഴിനടുത്താണ് സ്വഭാവ നടിയായിരുന്ന കനകലത ജീവിക്കുന്നത്. കനകലതയ്ക്ക് ആരെയും അറിയില്ല. ആഹാരം കഴിച്ചോ എന്നറിയില്ല, മരുന്ന് കഴിച്ചോ എന്നറിയില്ല, പകലാണോ എന്നറിയില്ല, രാത്രിയാണോ എന്നറിയില്ല. കനകലത നിങ്ങൾക്ക് അറിയാമായിരിക്കും. കാര്യവട്ടം ശശി എന്ന് പറയുന്ന നടൻ്റെ ഭാര്യയായിരുന്നു. കുട്ടികളൊന്നുമില്ല. ഇപ്പോൾ എന്താ പറയുക, അവരുടെ ചേച്ചിയോ ആരോആണ് അവരെ നോക്കുന്നത്. ഓർമ്മകളൊക്കെ നശിച്ചു. ഇടയ്ക്ക് നമ്പർ മാറിയിട്ടാണെന്നോണു എൻ്റെ ഫോണിലേക്ക് ഈ പറയുന്ന കനകലതയുടെ ചേച്ചി വിളിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കനകലത എന്ന് അടിച്ചു വന്നുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അവർ വിചാരിച്ചത് ഈ ടെലിവിഷൻ വെട്ടേണ്ടിയുടെ ഓഫീസിലാണ് വിളിച്ചതെന്ന് വിചാരിച്ചു. വിളിച്ചത് എന്നെയായിരുന്നു. എന്തിനധികം പറയുന്നു, നമ്മുടെ സുമാരി ചേച്ചി 10-12 വയസ്സിൽ ക്യാമറയുടെ മുന്നിൽ വന്ന അഭിനേത്രി, നർത്തകി, മദ്രാസിൽ തന്നെ 6-7 വീട് വാങ്ങിയ ഭാഗ്യവതി, ഒരു പി എയും ഒരു മേക്കപ്പ് അസിസ്റ്റന്റിനും ഒന്നിനെയും വയ്ക്കാതെ സ്വന്തമായ ഒരു കാറും കൊണ്ട് സെറ്റിൽ വരാതെ 24 മണിക്കൂറും ക്യാമറയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു ലൊക്കേഷനിലേക്ക് പറന്ന് നടന്ന് അഭിനയിച്ച അഭിനേത്രി. ജയലളിതയുടെ സഹപ്രവർത്തക. ആശുപത്രി കിടക്കുമ്പോൾ ജയലളിത കാണാമെന്ന പടം, മുഖ്യമന്ത്രി ജയലളിത കാണാമെന്ന് നിൽക്കുന്ന ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടിരിക്കും. അവർ ഒരു ആൺതരി ഒരാളേ ഉള്ളൂ, ഒരു ഡോക്ടർ സുരേഷ്. ഇത് ഞങ്ങളുടെ കഥ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സുരേഷ്, അല്ലെങ്കിൽ ഇത് നല്ല തമാശയിൽ അഭിനയിച്ചിട്ടുള്ള സുരേഷ്. എന്നിട്ടും അവസാന കാലത്ത് ഭയങ്കര ദൈവഭക്തിയാണല്ലോ. കുളിച്ച് ഈറൻ മാറി വന്ന വേഷത്തോടു കൂടി ദൈവത്തിനെന്തോ വിളക്ക് കൊളുത്തുകയോ പൂ ഇടുകയോ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വിളക്കിൽ നിന്ന് തീ പടർന്ന് ദേഹത്ത് പിടിച്ച് അങ്ങനെ ആശുപത്രിയിലായി, പൊള്ളലേറ്റ് ആശുപത്രിയിലായി എന്നാണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കില്ല. നമ്മൾ ഇനി പശു ചത്ത് മോരിലെ പുളിയും മാറി എന്ന് പറയുമ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കില്ല എന്നൊരു കാര്യമുണ്ടോ? അതൊരു ദാരുണമായ മരണമായിരുന്നു എന്ന് പറയും. എന്ന് മാത്രമല്ല, അവസാനം കൊണ്ടുവന്ന് കേരള മണ്ണിൽ കൊണ്ടുവന്ന് അടക്കാൻ പോലും മകൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ബന്ധുക്കളൊക്കെ പറഞ്ഞിട്ട് പോലും തയ്യാറായില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നിംസ് മെഡിസിറ്റിയിൽ കിടക്കുമ്പോൾ ഞാൻ കാണാൻ ചെന്നപ്പോൾ സുരേഷുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോഴും മമ്മൂട്ടിയുടെ എന്താ പറയുക സൗജന്യ ഹൃദയ ചികിത്സയിലാണ് സുമാരി ചേച്ചി ചെയ്തത്. സുമാരി ചേച്ചിക്കൊന്നും സൗജന്യ ചികിത്സയുടെ ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ മകനും മകൻ്റെ കുട്ടികളും ഒക്കെ കോടീശ്വരന്മാരായി 10 തലമുറ ജീവിക്കണമെന്ന് പറഞ്ഞ് സുമാരി ചേച്ചി ഒരു പൈസ കളയാതെ ഉണ്ടാക്കി. അതുകൊണ്ടാണല്ലോ ഈ സൗജന്യ ഹാർട്ട് ചികിത്സയ്ക്ക് പോയത്. എന്നിട്ട് പോലും അവർക്ക് വലിയ ഈശ്വരഭക്തിയായിരുന്നു. ലൊക്കേഷനിൽ വരുമ്പോൾ രാവിലെ സമീപത്തുള്ള ഒരു 10 ക്ഷേത്രങ്ങളിലെങ്കിലും കയറി പ്രസാദങ്ങളും വാങ്ങി വഴിയെ കാണുന്ന കപ്പയും
എന്തൊക്കെ തിന്നാനുള്ള നല്ല സാധനങ്ങൾ കിട്ടുമോ അതെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് സെറ്റിലുള്ള എല്ലാവർക്കുമായിട്ട് നൽകുകയൊക്കെ ചെയ്തിരുന്ന ഒരു വലിയ മനസ്സിനുടമയായിട്ടും അവസാനം പാവം സുകുമാരി ചേച്ചിയുടെ അന്ത്യം ദാരുണമായിരുന്നു എന്ന് മാത്രമല്ല, അന്ത്യാഭിലാഷമായ അവരുടെ ചലനമറ്റ ശരീരം കേരളത്തിൽ കൊണ്ട് നടക്കാൻ പോലും മകൻ തയ്യാറായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് അയാളോട് വലിയ പുച്ഛമാണ്. അതുപോലെ അടുത്ത് പറഞ്ഞു വന്നാൽ ഒരുപാട് പറയേണ്ടി വരും. അടൂർ ഭവാനിയും അടൂർ പങ്കജും. അടൂർ പങ്കജ് അഭിനയിക്കുന്ന നാടകത്തിനും അടൂർ പങ്കജ് അഭിനയിക്കുന്ന സിനിമയ്ക്കും കൂട്ടുപോയ അടൂർ ഭവാനി പിന്നെ എന്തായി മാറിയെന്ന് ഞാൻ പറയണ്ടല്ലോ. 1969-ലും 1970-ലും മികച്ച നടിക്കുള്ള സഹനടിക്കുള്ള അവാർഡ് വാങ്ങിച്ച ആളാണ് അടൂർ ഭവാനി. ഞാൻ പങ്കജ് ചേച്ചിയോട് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഭവാനി ചേച്ചിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ജയസി സാറിൻ്റെ 2 സീരിയലിലും പുറപ്പാടിലും ഒക്കെ. 1953 ശരിയോ തെറ്റോ എന്ന് പറഞ്ഞ സിനിമയിൽ തുടങ്ങി 2004 സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ സിനിമയിൽ 550 സിനിമകളിൽ അഭിനയിച്ച ആളായിരുന്നു അടൂർ ഭവാനി. സ്വന്തമായൊരു വീട് വയ്ക്കുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ ഒരു മുറി എനിക്ക് കിടക്കാൻ വേണം. സത്യമാഷിനേക്കാളും പ്രായം കുറവാണ്, പക്ഷേ സത്യമാഷിൻ്റെ സിനിമകളിൽ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ അമ്മയോടൊപ്പം താമസിക്കാനായിട്ട് എനിക്കൊരു റൂം തരണം, അതിനുള്ള പൈസ ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞ ഒരു റൂം കെട്ടാനുള്ള പൈസ അങ്ങോട്ട് കൊടുത്ത് മരണം വരെയും സത്യമാഷിന് വേണ്ടി ഒരു റൂം എന്നും ഒരുക്കിയിട്ടിരുന്ന അടൂർ ഭവാനി. സ്വന്തമായി അടൂരിൽ മാതാ തിയേറ്റേഴ്സ് എന്ന നാടക ട്രൂപ്പ് തുടങ്ങി ലക്ഷക്കണക്കിന് രൂപ നശിപ്പിച്ച അടൂർ ഭവാനി അവസാനം ജീവിതത്തിൻ്റെ അവസാന റീലോടുമ്പോൾ ഒന്നുമില്ല, അമ്മ കൊടുത്ത 25,000 രൂപയും പിന്നെ അമ്മയുടെ ഇൻഷുറൻസിൽ എന്തോ കിട്ടിയ 10,000 രൂപയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ ജീവിതം തള്ളി നീക്കി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർ പോയി. അതുപോലെ തന്നെ അവരുടെ പുറകെ പങ്കജും പോയി. പങ്കജ് ചേച്ചിയും ഒരുപാട് കഷ്ടപ്പെട്ടു. അവരുടെ മകൻ അജയൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ അജയനെ ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല, കാരണം ഒരു ഹതഭാഗ്യനായ മകനെന്ന് പറയാം. ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ചുവന്ന വിത്തുകൾ PA ബക്കറിൻ്റെ. ആ ചുവന്ന വിത്തുകളിൽ അഭിനയിച്ചതിന് സംസ്ഥാന അവാർഡ്, മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ആളാണ് ശാന്തകുമാരി. ശാന്തകുമാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട, 400 സിനിമകളിൽ അഭിനയിച്ചു. 1977 മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ്, അല്ല മികച്ച നാടക നടിക്കുള്ള സംസ്ഥാന അവാർഡ്. നമ്മൾ സിനിമാ നടിക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയത് മാത്രമേ നമുക്കറിയാവൂ. അവർ മികച്ച നാടക നടിക്കുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിച്ചു 77. അത് കഴിഞ്ഞാണ് അവർ സിനിമയ്ക്കുള്ള ചുവന്ന വിത്തുകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കുള്ള അവാർഡ്, മികച്ച നടിക്കുള്ള അവാർഡ് വാങ്ങിച്ചു. അപ്പോൾ സിനിമയിലും നാടകത്തിലും മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങി എന്ന് പറയുമ്പോൾ അവരാരെന്നാലോചിച്ച് നോക്കൂ. 2 പെൺമക്കളാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞ് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ശാന്തകുമാരി സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞൊരു സിനിമ തുടങ്ങി. നായകൻ രതീഷായിരുന്നു. രതീഷിൻ്റെ സിനിമ എന്ന് പറഞ്ഞൊരു കുട്ടിക്കളിയാണല്ലോ. അവസാനം രതീഷുമായിട്ട് എന്തോ കശപിശയൊക്കെ ഉണ്ടായി, സിനിമ മുടങ്ങി. അതുവരെ ഉണ്ടാക്കി വെച്ച സിനിമകളിൽ അഭിനയിച്ചുണ്ടാക്കിയ മുഴുവൻ കാശും പോയി കിട്ടി. മദ്രാസിൽ അവർ വാങ്ങിയ വീട് വരെ വിൽക്കേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞിട്ട് 10-14 വർഷം ഏതോ ലോഡ്ജ് മുറിയിൽ താമസിക്കേണ്ടി വന്നു. പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ ഉദയയുടെ സിനിമയിൽ രതീഷിൻ്റെ നായികയായിട്ട് ഇവരെ ഫിക്സ് ചെയ്തതാണ്. പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷേ അതിലൊരു പാട്ട് സീനിൽ എവിടെയോ ഒരു കുളിസീനുണ്ട്. കുളിസീനിലൊന്നും ക്യാമറയുടെ ഫ്രണ്ടിൽ അഭിനയിക്കാൻ വയ്യാന്ന് പറഞ്ഞ ഒരു മാറിക്കളഞ്ഞു. അവസാനം ഈ പറഞ്ഞതുപോലെ തന്നെ കീറക്കിടക്കാടമില്ലാതെ 10-14 വർഷം ഏതോ ലോഡ്ജിൽ താമസിച്ചു. അവസാനം അമ്മ മോഹൻലാലിൻ്റെ നേതൃത്വത്തിൽ വന്ന ശേഷം, മോഹൻലാൽ പ്രസിഡൻ്റ് ആയ ശേഷം അമ്മ ഒരു വീട് വെച്ചു കൊടുത്തു. ഇപ്പോൾ അവിടെയാണ് താമസം തോന്നുന്നു. ഇടയ്ക്ക് അവർ പറയുന്നത് കേട്ടു, അവർ ഈ നൈറ്റിയൊക്കെ കൊണ്ടുവന്ന്, അടിപ്പാവാട നൈറ്റി പോലുള്ള സാധനങ്ങൾ ബൾക്കായിട്ട് എടുത്തിട്ട് റോഡേ കൊണ്ട് നടന്ന് വേണോ എന്ന് ചോദിച്ച് വിൽക്കുമായിരുന്നു. അങ്ങനെ വേണോ എന്ന് ചോദിച്ച് വിറ്റ് നടക്കുന്നതിനിടയിൽ ഒരു ദിവസം അവരുടെ മുന്നിലൂടെ ഒരു കാർ പാസ് ചെയ്ത് പോയി. ആ കാറിൽ നമ്മുടെ ദിലീപാണ് ഉണ്ടായിരുന്നത്. ദിലീപ് കാറ് നിർത്തി ഇറങ്ങി വന്ന്, ചേച്ചി എന്താ ഈ കാണിക്കണേ എന്ന് ചോദിച്ചു. ജീവിക്കണ്ടേ മോനെ, വേറെ വരുമാനമൊന്നുമില്ല, അവസരങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 5 ലക്ഷം രൂപ എന്തോ ദിലീപ് കൊടുത്തു, ചേച്ചി ഇതുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട്. 5 ലക്ഷം കൊണ്ടുപോയി വീണ്ടും സിനിമ എടുക്കാൻ പോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ശാന്തകുമാരിയുടെ ജീവിതവും എന്താ പറയുക, ജീവിതകാലം മുഴുവൻ ട്രാജഡി ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പം അനാരോഗ്യവും ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഏതൊക്കെയോ പൂജയ്ക്ക് ഒന്ന് സമ്പന്നമായ ചിരിച്ച് അവർ നിൽക്കുന്ന കാണുമ്പോൾ, ഞാൻ ഒരു പടത്തിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ, കീർത്തന. പക്ഷേ അവരുടെ സമ്പന്നമായ ചിരി കാണുമ്പം അവരുടെ മനസ്സിലുള്ള ദുഃഖങ്ങളൊന്നും അവർ പുറത്ത് കാണിക്കാറില്ല എന്ന് തോന്നുന്നു. നമ്മുടെ ഈ സ്ഥിരമായി ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ കാണുന്നവർക്കറിയാം,
കഴിഞ്ഞ ഓണക്കാലത്ത് കരമന നെടുങ്കാട് കാലടി ഭാഗത്ത് ഒരു സീരിയൽ നടി ആത്മഹത്യ ചെയ്തു, തൂങ്ങിച്ചത്തു ഓണത്തിൻ്റെ അന്ന്. ആദ്യ ഭർത്താവിലൊരു മകള്, രണ്ടാമത്തെ ഭർത്താവിലൊരു മകള്. ആ 2 കുട്ടികളെ അനാഥരാക്കിക്കൊണ്ട് തൂങ്ങിച്ചത്തു. തൂങ്ങിച്ചത്തതിൻ്റെ പിന്നമ്പറ കഥകൾ ഇപ്പോൾ കേൾക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഇവരുടെ അനുജത്തിയുമായിട്ട് അവിഹിത ബന്ധം. അനുജത്തിയും ഭർത്താവിനെയും കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടപ്പോഴാണെന്ന് അവർ തൂങ്ങിച്ചത്തതെന്ന് പറയുന്നു. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. ഭർത്താവ് മിക്കവാറും അനിയത്തിയെ കെട്ടുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കെട്ടി അവൻ സുഖിച്ച് ജീവിക്കും. 2 കുട്ടികൾക്ക് തള്ളയില്ലാതായി, ഒരു കുട്ടിക്കാണെങ്കിൽ തന്തയും തള്ളയില്ലാതായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. 2 മാസം കഴിയുമ്പോഴാണല്ലോ വേറൊരു നടി എറണാകുളത്തുകാരി ഇവിടെ തിരുവനന്തപുരത്ത് തൂങ്ങിച്ചെത്തു. അതും ഈ പറഞ്ഞല്ലോ തന്നെ, ആദ്യ ഭർത്താവിലൊരു മകളോ മകനോ ഒരാളുണ്ട്. രണ്ടാമതൊരുത്തൻ വേറെ ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരുത്തനെ കയറി കെട്ടി, അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറായിട്ടൊക്കെ താമസിച്ചു. അവസാനം സാരിത്തുമ്പിൽ ജീവിതം തീർത്തു. ഈ വേറെ ഭാര്യയുള്ളവൻ്റെ പോകുന്നവർക്കെല്ലാം വേലി ചാടിയ പശുവിന് കോല് കൊണ്ട് മരണം എന്ന് പറയും പോലെ വേറൊരു ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവൻ്റെ കൂടെ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഇനിയെങ്കിലും അവരാലോചിക്കട്ടെ. നമ്മൾ ഈ കഥകളൊക്കെ പറയേണ്ടി വന്നത് കുമ്പളങ്ങി ബീന ചേച്ചിയെ പറ്റി പറഞ്ഞപ്പോഴാണ്. ബീന, ഞാൻ പറഞ്ഞല്ലോ, അമ്മയും മീഡിയ ഒന്നും കൂടെ സംയുക്തമായി അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കിയപ്പോൾ അതിൽ നിന്നൊരു വീടാണ് കുമ്പളങ്ങിയിൽ അവർ കൊടുത്തത്. അത് 35 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നത് സഹോദരൻ എഴുതിയെടുത്തു. അപ്പോൾ സഹോദരനോട് അമ്മ പറഞ്ഞു, എടാ നീ അതിൽ നിന്നൊരു 3 സെൻറ്റ് അവൾക്ക് എഴുതി കൊടുക്കും. അങ്ങനെ 3 സെൻറ്റ് കൊടുത്താൽ അവൾക്ക് അമ്മ ഒരു സൗജന്യ വീട് കൊടുക്കും. അങ്ങനെ സഹോദരൻ മനസ്സോടെ ആയിരിക്കാം 3 സെൻറ്റ് എഴുതി കൊടുത്തു. പണ്ടാരോടങ്ങും പേലോളിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തായിരിക്കാം. ആ 3 സെൻറ്റിൽ ഒരു വീട് വെച്ചപ്പോൾ എന്ത് പറ്റി? സഹോദരൻ കൊടുത്ത 3 സെൻറ്റിൽ കുമ്പളങ്ങി ബീന വീട് വെച്ചപ്പോൾ ഒരു സഹോദരിയെ കൂടെ പാർപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, സഹോദരിയാണെങ്കിൽ വാടക വീട്ടിൽ താമസിച്ചു, നീ കൂടെ ഇവിടെ താമസിച്ചോ, നീ നിൻ്റെ ഭർത്താവും കൂടെ ഇവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു. ഭർത്താവും ഭാര്യയും കൂടെ ചേർന്ന് ഇവരെ ചവിട്ടി പുറത്താക്കുന്ന അവസ്ഥയിലായി. പത്മരാജൻ്റെ കള്ളം പൗത്രനിലാണ് അവർ തുടങ്ങുന്നത്. മാമാങ്കം, തള്ളിട്ട കിനാക്കള്, തൃഷ്ണ, മുന്നേറ്റം, ചതിക്കാത്ത ചന്തു, കല്യാണരാമൻ തുടങ്ങി ഒരു കുറേ മോശമല്ലാത്ത സിനിമകൾ ചെയ്തു. അതിൽ ആ കല്യാണരാമനിൽ നല്ല രസമല്ലേ, സലിംകുമാർ ഇവരുടെ ഇരുന്ന് പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ തമാശ പറയുകയും നമ്മുടെ മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബീനയുടെ ചന്തിയിൽ നുള്ളുകയും സലിംകുമാറാണ് നുള്ളിയതെന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക, പാത്രം കഴുകിക്കൊണ്ടെന്തോ ഇരുന്ന കൈ കൊണ്ട് ഒരൊറ്റ അടി സലിംകുമാറിനെ കവളത്ത് അടിച്ചു കൊടുക്കുന്നതൊക്കെ നല്ല രസകരമായ സീനുകളായിരുന്നു. ബീന അഭിനയിച്ച എല്ലാ പടങ്ങളിലും ബീന നോട്ടബിളായിരുന്നു. ഇപ്പോൾ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീമയോട് ഞാൻ വിശദമായി സംസാരിച്ചു. ഇപ്പോൾ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിലാണ് ബീന ഉള്ളത്. എന്തെങ്കിലും തരത്തിൽ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പത്തനാപുരം ഗാന്ധി ഭവനിലാക്കി കൊടുക്കാമെന്ന് ഞാൻ സീമയോട് പറഞ്ഞു. അപ്പോൾ കുമ്പളങ്ങി ബീനയെ ഞാൻ വിളിച്ചു, കിട്ടാത്തതുകൊണ്ട് സീമയെ വിളിച്ചത്. അപ്പോൾ സീമ പറഞ്ഞു, ചേട്ടാ അവിടെ റേഞ്ച് അല്പം കുറവാണ്, ഞാൻ നാളെ മറ്റന്നാളെ അവർക്കൊരു BSNL നമ്പർ എടുത്തു കൊടുക്കാം, അവിടെ ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന സിമ്മിന് റേഞ്ച് ഇല്ല, ഇടയ്ക്കിടയ്ക്ക് കിട്ടും. ഞാൻ അത് ശരി, അതാണ് ഞാൻ വിളിച്ചാൽ കിട്ടാത്തതെന്ന്. കുറേ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ സംസാരിച്ച് പകുതിയായപ്പോൾ കട്ടായി. ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ കട്ടായി. പിന്നെ ഞാൻ വിളിച്ചില്ല. രാജേഷ് തിരുവല്ല, പിഷിൽഡ ആൻ്റണി, മുജീബ് റഹ്മാൻ മുതലായ മനുഷ്യസ്നേഹികൾ ചേർന്നാണ് സീമയോടൊപ്പം പോയി അവരെ ഇവിടെ ഈ പറയുന്ന അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ കൊണ്ടുവന്നത്. തൈക്കൂട്ടത്തിൽ ജോസഫ് റീത്ത ദമ്പതികളുടെ മകളായി ജനിച്ച ബീന. ഞാൻ ഈ ബീനയുടെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ സിദ്ധുവിനോട് പറഞ്ഞു, ആ കള്ളം പൗത്രം ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് ബീനയുടെ അഭിനയം കാണണമെങ്കിൽ. അങ്ങനെ ബീനയുടെ അഭിനയം കള്ളം പൗത്രനിട്ട് സിദ്ധു കണ്ടു. എന്ത് രസമായിട്ടാണ് അവർ നെടുമുടി വേണുവിൻ്റെ പൗത്രൻ്റെ 2ാം ഭാര്യയായിട്ട്, അല്ലെങ്കിൽ അവസാനം പൗത്രനെ കളഞ്ഞിട്ട് മാമച്ചൻ്റെ കീപ്പായിട്ട് മാറുന്ന രസകരമായി അവർ ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. ആദ്യ സിനിമ എന്ന് പറയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കോടികളും ലക്ഷങ്ങളും ആയിരങ്ങളും കൈ കിട്ടുമ്പോൾ ഒരു നാടകം കളിക്കാൻ പോയാൽ 300 രൂപയോ 500 രൂപയോ കിട്ടുന്നിടത്ത് നിന്ന് പെട്ടെന്ന് അത് 5000-നോ 50,000-നോ 5 ലക്ഷത്തിലേക്ക് വളരുമ്പോൾ സ്വന്തം പേരിൽ സ്വരുക്കൂട്ടി വച്ചില്ല എങ്കിൽ ഇതൊന്നും ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിച്ച് TP മാധവനെ പോലെ അന്നന്ന് കിട്ടുന്ന കാശ് അന്നന്ന് ചീട്ട് കളിച്ച് കളഞ്ഞാൽ, റോസസ് ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, ക്ലബ്ബിലാണ് മാധവേട്ട താമസിച്ചിരുന്നത്. അപ്പോൾ മാധവേട്ട എന്നോട് പറഞ്ഞതാ, ഈ റോസസ് ക്ലബ്ബിൽ ഒരു 11 മണിയാവുമ്പോൾ ലോട്ടസ് ക്ലബ്ബ്, റോസസ് അല്ല ലോട്ടസ് ക്ലബ്ബിൽ എറണാകുളത്ത് ഒരു 11-12 മണിയാകുമ്പോൾ കുറേ എറണാകുളത്തുള്ള അമ്മച്ചിമാർ
തലയിൽ കണ്ണടയൊക്കെ വെച്ച് കാറിൽ വന്നിറങ്ങും. ഇവരുമായിട്ട് ചീട്ടുകളിയായിരുന്നു കുറേ കാലം മാധവേട്ടൻ്റെ ജോലി. അപ്പോൾ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ചീട്ടുകളി. അങ്ങനെ ചീട്ടുകളിച്ച് അവരെല്ലാം കൂടെ പൈസ അടിച്ചോണ്ട് പോയി. മാധവേട്ടൻ പൊളിഞ്ഞ് പാളീസായി. പക്ഷേ മാധവേട്ടൻ എന്നോട് പറഞ്ഞത്, ദിനേശ്, ഞാൻ കരുതിയത് ഇപ്പോൾ എനിക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസം ഒരു 10-15,000 രൂപ വരുമാനമുണ്ട്. ഇതെന്നും നിലനിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചില്ല. ചീട്ട് കളിച്ച് തീർത്തു, വെള്ളമടിച്ച് തീർത്തു. നല്ല വില കൂടിയ മദ്യം കഴിക്കും, സ്വന്തമായി കാറും ഒക്കെ ആയിട്ട് നടന്നതല്ലേ, ലാവിഷായിട്ട് അടിച്ച് തീർത്തു. ഒരു സുപ്രഭാതത്തിൽ നേരം വെളുത്തപ്പോൾ അറിഞ്ഞ പുള്ളിക്ക് ഒരു വർക്കും ഇല്ല, 1 രൂപ വരുമാനമില്ല. പാവം. മാധവേട്ടൻ്റെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. അവിടെ പത്തനാപുരത്ത് പുതിയ കോടിയൊക്കെ കൊടുത്ത് ഗാന്ധി ഭവനിൽ ചന്ദന കുറിയൊക്കെ അടിച്ച് മാധവേട്ടൻ കൂനി വളഞ്ഞ് നടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി. ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സിനിമാ നടനായാലും നടിയായാലും സംവിധായകനായാലും, സംവിധായകൻ എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നേ. എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കി വീട്ടുകാർക്ക് കൊടുത്താലും അവസാനം പറയും ദ്രോഹി, 10 പൈസ എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ടി സമ്പാദിക്കാത്ത ദ്രോഹിയല്ലേ, അയാൾക്ക് പെണ്ണുകൂടിയും വെള്ളമടിയല്ലേ ജോലി എന്നൊക്കെ പറയും. അതുകൊണ്ട് സ്വന്തം അക്കൗണ്ടിൽ കുറച്ച് കാശ് സമ്പാദിക്കാതെ ഒരു സിനിമയിലെ കലാകാരനും വിശ്വസിച്ച് ഭാര്യയും മക്കളെയും ഏൽപ്പിച്ച് തൊലയരുത്. അതുപോലെ തന്നെ നടികളും ഒരു ഭർത്താവായിട്ട് ഉദ്യോഗസ്ഥനായിട്ട് ഒരുത്തിനെ എടുക്കുകയാണെങ്കിൽ ഭർത്താവ് ഉദ്യോഗസ്ഥൻ കൃത്യതയോടുകൂടി എന്നെ നോക്കുമെന്ന് തോന്നുന്നതിനെ എടുക്കാവൂ. എടുത്താൽ തന്നെ സ്വന്തം അക്കൗണ്ടിലല്ലാതെ ജോയിൻ്റ് അക്കൗണ്ടിൽ പോലും ഇടരുത്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിലിടാമെന്നൊന്നും ഇടരുത്. ഇട്ടാൽ നശിക്കും. അവസാനം അവൻ നിങ്ങളുടെ തൊലിവെളുപ്പൊക്കെ ചുളുങ്ങി തുടങ്ങുമ്പം ചവിട്ടിക്കൂട്ടി കളഞ്ഞിട്ട് മുങ്ങും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബീനയെ പോലെ സഹോദരിയുടെ ഭർത്താവും എല്ലാം കൂടെ ചവിട്ടിക്കൂട്ടി പുറത്താക്കും. അതുകൊണ്ട് സമ്പത്ത് കാലത്ത് തൈപത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന് പണ്ടുള്ളവർ പറഞ്ഞതുപോലെ കുറച്ച് കാശ് സമ്പാദിച്ച് സ്വന്തം അക്കൗണ്ടിൽ ഇട്ടാൽ മാന്യമായിട്ട് ജീവിക്കാം. ഇല്ല എങ്കിൽ പട്ടിയുടെ വില പോലും കിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് കുമ്പളങ്ങി ബീന, ഏറ്റവും പുതിയ തെളിവ്. നീ കഷ്ടം തോന്നി അവരെ കണ്ടപ്പോൾ. അവരുടെ വർത്തമാനം പറയാനൊന്നും വയ്യ, ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അവർ പറയുകയാണ്, സീമ വരുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ആലോചിച്ചതാ ജീവിതം അവസാനിപ്പിക്കാം. ഞാൻ ചെയ്തന്നെ. പക്ഷേ അപ്പോൾ തോന്നി ഒന്ന് സീമയോട് സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ സീമ വരികയും സീമയ്ക്കും സീമയുടെ മോനും ഒക്കെ ഇതിൻ്റെ പുണ്യം കിട്ടുമെന്നേ. സീമ പറഞ്ഞു, അങ്ങനെ ഒന്നും വേണ്ട ചേച്ചിയെ ഞാൻ കൊണ്ടുവന്ന് ഒരു നല്ല സ്ഥലത്താക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ അടൂർ കൊണ്ടുവന്ന് ആക്കിയിരിക്കുന്നത്, മഹാത്മാ സ്ഥാപനത്തിൽ, ജനസേവന കേന്ദ്രത്തിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നു, കലാകാരന്മാരായി ഇരുന്നാൽ മാത്രം പോരാ, എന്നും ഈ വരുമാനം ഉണ്ടാവും എന്നുള്ള ചിന്ത കളഞ്ഞിട്ട് 10 പൈസയെങ്കിൽ 10 പൈസ സേവ് ചെയ്യണം. അത് സ്വന്തം അക്കൗണ്ടിലായിരിക്കണം. കയറിക്കിടക്കാടെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വന്തം അക്കൗണ്ടിലാക്കുക. മകനായാലും ഭാര്യ ആയാലും എൻ്റെ കാലശേഷം എടുത്തോ എന്ന് എഴുതി വയ്ക്കുക. അല്ലാതെ വിശ്വസിച്ച് ചെയ്താൽ അവസാനം ഹൈടെക് അനാഥ മന്ദിരത്തിലൊക്കെ ചെന്ന് കിടന്ന് ചാവേണ്ടി വരും എന്ന് മലയാള സിനിമയിലുള്ള എല്ലാ കലാകാരന്മാരും ഓർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. വലിയ കഷ്ടമാണ്. മുതുകുളം രാഘവൻപിള്ള മുതൽ കുമ്പളങ്ങി ബീന വരെയുള്ള കഥ നിങ്ങൾ ആലോചിക്കൂ. ഞാൻ പറഞ്ഞത് എത്ര ശരിയാണ്. വലിയ കഷ്ടം തോന്നി. സിനിമയുടെ പളപളപ്പിൽ നിൽക്കുന്ന നമ്മൾ കാരവാനും 4 കോടിയുടെ ബെൻസ് കാറും അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചർച്ച ചെയ്യാറുള്ളൂ. എന്നിട്ട് ഒരുത്തൻ്റെ ഒരേ നമ്പറിലുള്ള 25 കാർ കിടക്കുന്ന വീട്ടിൽ വർക്ക്ഷോപ്പിൽ കിടക്കുമ്പോൾ കുറേ കാറുകൾ കിടക്കുന്ന ഫോട്ടോയും അദ്ദേഹം ഗൾഫിൽ പോയി വിസ വാങ്ങിയതും ഒക്കെ അല്ലേ നമുക്കറിയാവൂ. ആയിരങ്ങൾ, ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ ഇൻസുലിൻ എടുക്കാൻ നിവൃത്തിയില്ലാത്ത ആയിരങ്ങളുണ്ട് ഈ ലോകത്ത് ഈ സിനിമയുടെ പളപളപ്പിൽ എന്ന് നിങ്ങൾ ഓർക്കണം. അല്ലെങ്കിൽ 90-ാം വയസ്സിൽ തൂങ്ങി മരിക്കേണ്ടി വന്ന രാമൻ നമ്പ്യത്തിനെ പോലെ ഹതഭാഗ്യരായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സിനിമയിലുള്ളത് എന്ന് സിനിമാക്കാരെങ്കിലും ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.